ഓരോ കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും സാമ്യം തോന്നരുത്, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ മറ്റേതിനായിട്ട് ഒരിക്കലും ലിങ്ക് ചെയ്യാൻ തോന്നരുത്. അങ്ങനെ ഒരു ഏതൊരു ആർട്ടിസ്റ്റ് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഈ സിനിമയിലെ കഥാപാത്രത്തോളം ഡിഫറെന്റ് ആയിരുന്നു. ഇല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ മേ ബി അപ്പിയറൻസ് വൈസ് നിങ്ങൾക്ക് കുറച്ചൊക്കെ സിമിലാരിറ്റി തോന്നി. കാരണം സെയിം ആൾ തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിക്ക് ഒരു കുട്ടി, അമ്മ, എൻ്റെ ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അതുപോലൊക്കെ തന്നെ തോന്നിക്കാണും. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും. ഇതിലെ സരിക എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഇത് ചെയ്തപ്പോഴും ശരി, മറ്റേതിലെ മാനറിസംസ് ഒന്നും വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്ന ഡയറക്ടറും അതുപോലെ നമ്മുടെ റൈറ്ററൊക്കെ പറയുന്ന അവർ ഇൻപുട്സ് തരുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് സരികയ്ക്ക് മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ചെയ്യാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊരു ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും എന്നെ കണ്ടാൽ അറിഞ്ഞൂടെ, എപ്പോഴും മോട്ടിവേഷൻ തരുന്ന ഒരാള്, നല്ലൊരു ഭാര്യ, മറ്റേ അങ്ങനത്തെ ഒരു ക്യാരക്ടറുകൾ എപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് ഇത് നോക്കുമ്പോൾ ഉറപ്പായിട്ടും വളരെ ഡിഫറെന്റ് ആയിരിക്കും. പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറയും ഇത്രയും ഡിഫറൻസ് വേണമെന്നുള്ളത് പറയും നിങ്ങൾ തന്നെ. ഈ സിനിമയുടെ കഥ ഞാനും അനിലും നേരത്തെ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ്. പക്ഷെ അത് ഏത് സമയത്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ഉറപ്പില്ലായിരുന്നുള്ളൂ. കാരണം ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു സിനിമ ഏത് തരത്തിൽ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടുള്ള സമയത്താണ് ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരുന്നു. റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്ക ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആക്സെപ്റ്റൻസ് കണ്ട് തോന്നി, ഓക്കെ മമ്മൂക്ക പോലും ഇത്ര കൂളായിട്ട് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതൊരു വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് തോന്നി ഓക്കെ നമുക്കും ഇത് ചെയ്യേണ്ട സമയമായി എന്ന രീതിയിലാണ് അത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ സിനിമയുടെ കഥ വേറെ ഒരു സിനിമയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽ ഇതുമായിട്ടൊരു സാമ്യമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇന്നുകൊണ്ടൊരു കോൺടെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോൺഫിഡൻസിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത്. കുറച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അനിലിനോട്. നമസ്കാരം, ഞാൻ സിനിമയുടെ റൈറ്ററാണ്, അനിൽ ആണ് പേര്. ഇതൊരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി കാണേണ്ട ഒരു ചെറിയ സിനിമയാണ്. ചിലപ്പം കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം നിങ്ങൾക്കത് ഹോണ്ടിങ് ആയിട്ട് തോന്നാം. കഥ എന്താണ് വിഷയം, ഈ സിനിമയുടെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി കുടുംബങ്ങൾ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അതിവേഗം അതിലെ ബന്ധങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടി വിയും സോഷ്യൽ മീഡിയ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും അല്ലെ എല്ലാ മാസവും നമുക്ക് ഓരോ സംഭവങ്ങൾ കാണാം. അത് ഓരോ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചിലപ്പം ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടാവും ഇതൊന്നും എൻ്റെ വീട്ടിൽ നടക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് അതിനോടൊരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ തിരക്കിൽ നമ്മളത് വിസ്മരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. അവിടേക്കാണ് ഈ സിനിമ നമ്മുടെ ചിന്തകളെ നയിക്കുന്നത്. അപ്പോൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രമേയവും ഈ സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾക്കാരോട് പറയുക. അപ്പോൾ അതൊരു പ്രോത്സാഹനമായിരിക്കും. താങ്ക് യു. ഡയറക്ടറോടാണ് സർ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസ് കാണുന്നുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട്. അപ്പം ഈ സിനിമ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനൊരു സ്റ്റോറി സിനിമയായിട്ട് വരുമ്പോൾ എത്രത്തോളം റിസ്ക് ഫാക്ടേഴ്സ് അതിനകത്തുണ്ടായിരുന്നു? റിസ്ക് ഫാക്ടർ ഇൻ ദ സെൻസ് ആ സ്റ്റോറി എടുത്തതിലാണോ? ആ സ്റ്റോറി ഞങ്ങൾക്ക് അങ്ങനെ റിസ്ക് ഒന്നും തോന്നിയിട്ടില്ല. കാരണം അത് പറയപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയുടെ ഈ സബ്ജക്റ്റ് എടുത്തത്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് നമ്മുടെ സിനിമകളിൽ, ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു കഥയായിരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചതുകൊണ്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആ ഒരേ അഭിപ്രായമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സിനിമ സംഭവിച്ചത്. പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ നമ്മുടെ സന്തോഷ് തിരുവത്തമെന്നാണ് നമ്മുടെ പ്രൊഡ്യൂസർ. മുമ്പത്തെ ഞങ്ങളുടെ പ്രിയനോട്ടത്തിലാണ് കുഞ്ഞമണി ഹോസ്പിറ്റൽ എന്ന സിനിമയൊക്കെ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു സബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറെ കിട്ടുക ഒരു ടഫായിരുന്നു. കാരണം നമ്മളൊരു ഭയങ്കര പ്ലസൻറ്റ് മാസ് അങ്ങനത്തെ സിനിമകളൊന്നും അല്ല, വേറെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് അദ്ദേഹം ഇതിൽ വിശ്വസിച്ചു, ഈ സിനിമയിൽ വിശ്വസിച്ചു. ഈ പറയപ്പെടേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, അതാണ് ഈ സിനിമയിലേക്ക് എത്തിയത്.
അപ്പോൾ ഇത് സിമിലർ നെയിംസ് നമുക്കിപ്പോൾ ഈ സീക്രട്ട് ഹോം ഫെമിലിയർ ആണ്. ചിലപ്പോൾ പല ഭാഷകളിൽ പലതരത്തിലൊക്കെ ആ നെയിം പറയപ്പെടുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടായിരിക്കും സെർച്ച് ചെയ്യുമ്പോൾ സിമിലർ നെയിംസ് വരുന്നത്. പക്ഷേ ഈ സിനിമയായിട്ട് അതിനൊന്നും ബന്ധമുണ്ടാവില്ലെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് ആണ് അത് പറയുന്നത്. ഇപ്പോൾ മറ്റന്നാൾ സിനിമ തിയേറ്ററിൽ എത്തും. പേര് തന്നെ സീക്രട്ട് ഹോം എന്ന് തന്നെയാണ്. ഇപ്പം റിവീൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സീക്രട്സ് ഉണ്ടോ? കഥാപരമായിട്ടുള്ള സീക്രട്ടാണോ ഉദ്ദേശിച്ചത്? സീക്രട്ട് ഹോമിൽ പ്രേക്ഷകർക്ക് എന്താണ് നിങ്ങൾ നൽകാൻ പോകുന്നത്? ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. സീക്രട്ട് ഇസ് ലൈക്ക് ഇവരാരും ബേസിക്കലി നല്ലവരല്ല ഈ സിനിമയ്ക്കകത്ത്. ഇവരാരും നന്മയുടെ ഷെയ്ഡൊന്നും തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. അത് പിന്നെ എനിക്കറിയില്ല അതൊരു സീക്രട്ട് ഇനഫ് ആണോ എന്നുള്ള. വിഗ്രഹങ്ങളൊക്കെ വീടുടയും അങ്ങനത്തെ സംഭവം. ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ഇവരെയാണ്. ഈ സിനിമയിൽ ഇവർ മാത്രമല്ല വേറെ കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നവർ. നമ്മളിപ്പോൾ ചന്തു പറയുകയാണെങ്കിൽ നമ്മൾ ചന്തുവിനോട് ഇത് ചെയ്യുമോ? അപ്പോൾ ചന്തു ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ അവസാനത്തെ ആ ഫ്രെയിമിലെങ്കിലും ഞാൻ കുറച്ച് നല്ലതാവോ? അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് മേ ബി അതൊരു സീക്രട്ട് അത് കൊടുക്കുന്ന പോലെ നമുക്ക് ഇടാം.